നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സീറ്റ് വിഭജന ചർച്ചകൾ നാളെ പുനരാരംഭിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളുമായി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചർച്ച നടത്തും. മുസ്ലിം ലീഗുമായുള്ള തുടർ ചർച്ചകളും നാളെ നടക്കും. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ ജയസാധ്യതയിൽ കുറഞ്ഞ മറ്റൊന്നും മുന്നിലില്ല. ഇതിൽ ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 10 സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കീറാമുട്ടിയാകുന്ന തരത്തിലേക്കാകോ കാര്യങ്ങൾ പോകുക? ഈ തവണ സീറ്റ് വിഭജന ചർച്ചകൾ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. സാധാരണ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഭരണം പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ ഘടകകക്ഷികളും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടാണ്. അതുകൊണ്ട് തർക്കങ്ങളില്ല. ചില സീറ്റുകൾ, അത് 4 സീറ്റുകളാണ് കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നത്. ഈ കാര്യം ആവശ്യപ്പെട്ടു. അതിനുശേഷം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ യോഗം അവർ ആ തീരുമാനം അറിയിക്കുകയും ചെയ്യും. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് എത്തുമ്പോൾ അനുനയിപ്പിച്ച് ആ സീറ്റുകൾ ഏറ്റെടുക്കാൻ തന്നെയാണ് നീക്കം. വിജയസാധ്യത മുൻനിർത്തിയാണ് ഈ സീറ്റുകൾ ഏറ്റെടുക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇടുക്കി അടക്കം ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള ഈ 4 സീറ്റുകൾ, കുട്ടനാട് അടക്കമുള്ള 4 സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്. മുസ്ലിം ലീഗുമായുള്ള ചില സീറ്റുകളുടെ ധാരണ അത് പൂർത്തിയായിട്ടില്ല. അതിൽ ചർച്ചകൾ തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗുരുവായൂരാണ്. ഗുരുവായൂർ സീറ്റും കളമരി സീറ്റും വേണമെന്ന ആവശ്യമുണ്ട്. കോങ്ങാട് പട്ടാമ്പി സീറ്റുകൾ കൈമാറാമെന്ന് മുസ്ലിം ലീഗ് അങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിനൊപ്പം പുനലൂർ സീറ്റും നൽകാമെന്ന് മുസ്ലിം ലീഗ് വാഗ്ദാനം ചെയ്തു. ഇനി കളമശ്ശേരി ഒപ്പം ഗുരുവായൂർ സീറ്റുകളുടെ കാര്യത്തിലാണ് തീരുമാനം വരേണ്ടത്. ആ കാര്യത്തിലും ഇനി നാളെയും മറ്റന്നാളുമായി ചർച്ചകൾ തുടരും. കാരണം നിയമസഭാ സമ്മേളനത്തിന്റെ ഘട്ടത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം പ്രധാനപ്പെട്ട ഓരോ ജില്ലാ നേതാക്കളുടെ അഭിപ്രായം തേടുന്നുണ്ട്. അതിൽ ജില്ലാ നേതാക്കളുടെ യോഗം ചൊവ്വാഴ്ചയും തുടരുന്നുണ്ട്. ആ യോഗം പൂർത്തിയാകുന്ന മുറക്ക് മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകും. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമാകുകയാണ്. 6-ാം തീയതി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമാകും. അതിനു മുമ്പ് തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. ഓക്കെ, വ്യക്തമാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.